കേൾക്കുന്നു. റെക്കോർഡായല്ലോ. ആയി. ഇനി 142ാമത്തെ പേജല്ലേ? തത്പ്രവിശതി യൗഗന്ധരായണ പ്രതിഹാരിച്ചു. അതെ അതെ അതെ. യൗഗന്ധരായനും ഒരു പ്രതിഹാരിയും കൂടെ പ്രവേശിക്കും. വരുന്ന വഴിക്കുള്ള യൗഗന്ധരായന്റെ ആത്മകഥമാണ് ആദ്യത്തെ ശ്ലോകം. ഓ ആത്മകഥ. പ്രച്ഛാദ്യ രാജമഹിഷീൻ നൃപത്തെ രഹിത. പ്രച്ഛാദ്യ ഒളിപ്പിച്ചു വെച്ചിട്ട് രാജമഹിഷിയും രാജപത്നിയെ നൃപതേഹി ഹിതാർത്ഥം, രാജാവിന്റെ ഹിതത്തിന് വേണ്ടിയാകണം ചെയ്തത്. എനിക്കൊരു കാര്യം നിറവേറ്റില്ല. രാജാവിന് ഹിതമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പട്ടമഹിഷിയെ ഞാൻ ഒളിച്ചു വെച്ചത്. പ്രച്ഛാദ്യ രാജമഹിഷിയും നൃപതേര ഹിതാർത്ഥം കാമം മയാ കൃതമിതം ഹിതമിത്യപേക്ഷ. ഹിതം ഇത് അപേക്ഷ, ഇത് ഹിതമാകുമെന്ന് കണ്ടിട്ട് മയാ ഇതം കാമം കൃതം, ഞാൻ ഈ കാമനെ, ഈ ആഗ്രഹത്തെ ചെയ്തത് രാജാവിന് ഇഷ്ടപ്പെടുമെന്ന് കണ്ടിട്ടാണ്. രാജാവിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ ചെയ്തത് എന്ന് വിചാരിച്ചിട്ടാണ്. സിദ്ധേപി നാമ മമ കർമ്മണി, എന്റെ കർമ്മത്തിന്റെ ഫലം ഉണ്ടായിട്ടും, സിദ്ധേപി ഫലം സിദ്ധിച്ചിട്ടും, മമ കർമ്മണി എന്റെ കർമ്മത്തിൽ ഫലം കണ്ടല്ലോ. എന്താണ്? ആരുണെ ജയിച്ചു, രാജ്യം കീഴ്പ്പെടുത്തി, അതാണ് ലക്ഷ്യം. അത് കണ്ടിട്ടും പാർത്ഥിവോസൗ, ഈ രാജാവ് കിം ഭക്ഷ്യതീതി, എന്ത് പറയുമെന്ന് ഹൃദയം പരിശങ്കിതമേ, എന്റെ ഹൃദയം ഇങ്ങനെ ആശങ്കിക്കുക. ഇത്രയും ഞാൻ രാജാവിനെ വിഷമിപ്പിച്ചില്ലേ, എന്നെ നേരിട്ട് കാണുമ്പോൾ 4 ചീത്ത പറയുകയോ തല്ലുകയോ ചെയ്യുന്നുള്ള ഉറപ്പാണ്. കാരണം എന്നെ ഇത്ര വിഷമിച്ചിട്ട് വേണോ തനിക്ക് ഈ ആഗ്രഹം ബാധിക്കാന്നൊക്കെ ചോദിച്ചാൽ അതിലൊരു ആശങ്ക എന്താണ് യൗഗന്ധരന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അദ്ദേഹം ഒന്ന് ആത്മഗതമായി പറയാണ്, പുറത്തു പറയുന്നില്ല. അവൾ തനിക്ക് തന്നെ അറിയാൻ വേണ്ടി മാത്രം പറയാണ്. പ്രച്ഛദ്യ രാജമഹിഷീ നൃപതേരഹിതാർത്ഥം കാമം മയാ കൃതമിദം ഹിതമിത്യവേക്ഷ്യാം സിദ്ധേപി നാമ മോകർമ്മണി പാർത്ഥിവോസോ കിം വക്ഷ്യതീതി ഹൃദയം പരിശങ്കിതം മേ. യേശഭർത്ത, ഇതാ രാജാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. രാജാവിനെ കണ്ടു പരിചയമില്ലല്ലോ. കാരണം ഇയാളെടുന്നോ അതേ ബ്രാഹ്മണല്ലേ, ഇയാൾക്ക് രാജാവിനെ അറിയത്തില്ലോ. അവന് പ്രതികാരം ചൂണ്ടിക്കാണിച്ചു. യേശഭർത്ത, ഇതാണ് എന്താണ് ഇവിടുത്തെ രാജാവ്. ഉപസർപ്പത്തു ആര്യ, അടുത്തോട്ട് ചെന്നോളൂ. യൗഗന്ധരേണ ഉപസൃത്യ, അടുക്കൽ നിന്നിട്ട് ജയതു ഭവാൻ, ജയതു ജയിക്കട്ടെ, അങ്ങ് ജയിക്കട്ടെ. രാജ ശ്രുതപൂർവൈവസ്വരഃ, ഈ ശബ്ദം എനിക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. ശ്രുതപൂർവ, നേരത്തെ കേട്ടതുപോലെ, ഇവ എന്ന പോലെ. അയം സ്വരഹ, ജയതു ജയതു രാജ എന്ന് പറയുന്ന ഈ ശബ്ദം എത്രയോ നാളെ ഞാനിങ്ങനെ കേട്ട് പരിചയിച്ചതാണ്. ശരി. ഭോ ബ്രാഹ്മണ കിം ഭവതഃ ഫുഫ പത്മാവത്യാ ഹസ്തേ ജ്ഞാഫീത് നിക്ഷിപ്ത, എന്ത് താങ്കളുടെ സഹോദരി പത്മാവതിയുടെ കയ്യിൽ ന്യാസമായി നിക്ഷേപിച്ചിട്ടുണ്ടോ? കിം എന്ത് ഉണ്ടോ? ഭവതഃ ഫുഫ, അങ്ങയുടെ സിസ്റ്റർ സഹോദരി. പത്മാവത്യാ ഹസ്തേ, പത്മാവതിയുടെ കയ്യില് ന്യാസ ഇതി നിക്ഷേപം എന്നുള്ള മട്ടിൽ നിക്ഷിപ്ത, കിം നിക്ഷേപിച്ചിട്ടുണ്ടോ? അതയും അതിന് സംശയിക്കാതിരിക്കുന്ന എല്ലാം ഞാനിങ്ങോട്ട് വന്നേ. അതെ, അങ്ങനെ തന്നെ. രണ്ടാമത് ശബ്ദം കേട്ടപ്പോ രാജാവിന്റെ ഉള്ളിൽ പിന്നെയും ഒരു ആശങ്ക. ഈ ശബ്ദം എനിക്ക് കേട്ടത് നല്ല പരിചയമുണ്ടത്. രാജ തേനഹി തുര്യതാം താവത്, എന്താ തുര്യതാം അക്ഷരഭംഗി എന്നായുള്ള സഹോദരിയെ വേഗം ഒന്ന് കൊടുത്തു വിട്ടേക്കൂ. തുര്യതാം സ്പീഡപ്പാക്കും. വേഗം കൊണ്ടുവന്നോളൂ. അഫ്യഭഗിനിയ, ഇയാളുടെ ഈ സഹോദരിയെ വേഗം കൊടുത്തു വിട്ടേക്കും. പ്രതിഹാരി ഭർത്ത ആജ്ഞാപിക്കുന്നു, അങ്ങ് ആജ്ഞാപിക്കുന്ന പോലെ നിഷ്ക്രാന്ത. പ്രതിഹാരി പോയി. തതഃ പ്രവിശതി പത്മാവതി ആവന്തിക പ്രതിഹാരി. അനന്തരം പത്മാവതിയും ആവന്തികയും പ്രതിഹാരിയും പ്രവേശിച്ചു. പത്മാവതി ഏത്വേതു അര്യ,
ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. പ്രിയത്തെ നിവേദയാമി, നിന്നോടൊരു ഇഷ്ടം പറയാം. ആവന്തിക കിം കിം, എന്തെന്ത്? പത്മാവതി ഭ്രാതാതേ ആഗത, നിന്റെ സഹോദരൻ എത്തിയിട്ടുണ്ട്. അത്രയും കാലം നോക്കിയിരുന്നല്ലേ. പക്ഷെ അവളെ സംബന്ധിച്ച് രാജാവിനെക്കാളാണ് പ്രധാനം, ആരെയല്ല, യൗവനാനന്ദപരമല്ലേ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പം ഭ്രാതാതേ ആഗത ആവന്തിക ദിഷ്ട്യേതാനീയമപി സ്മരന്തി, ദിഷ്ട്യാ ഇതാനീയമപി സ്മരന്തി, അങ്ങനെയാണ്, അക്ഷരങ്ങളൊന്നും വ്യക്തമല്ലായിരിക്കും അത്. ദിഷ്ട്യാ ഇതാനീയമപി ദിഷ്ട്യേതാനീയമപി സ്മരതി, ഭാഗ്യം കൊണ്ട് ഇപ്പോഴെങ്കിലും ഓർമ്മിച്ചല്ലോ. ദിഷ്ട്യാ, ഭാഗ്യം കൊണ്ട്, ഇതാനീമപി, ഇപ്പോഴെങ്കിലും, സ്മരതി, ഓർമ്മിച്ചല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ മറന്നു പോയിക്കാൻ, നീ ഇങ്ങോട്ട് വരികയില്ല എന്ന് വിചാരിച്ചു. എന്നാലും ഭാഗ്യം കൊണ്ട് ഇപ്പോഴെങ്കിലും ഓർമ്മിച്ചല്ലോ എന്നെ കുറിച്ച്. പത്മാവതി ഉപസൃത്യ, രാജാവിന്റെ അടുത്ത് നിന്നിട്ട്, ജയതു ആര്യപുത്ര, ആര്യപുത്രൻ ജയിക്കട്ടെ, ഏഷ ന്യാസ, ഇതാണ് നിക്ഷേപം. രാജ നിര്യാതയ പത്മാവതി, നിര്യാതയ തിരിച്ചു കൊടുത്തേക്കൊന്നു. നിര്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം തിരിച്ചു പോവുകയെന്നാ. എവിടുന്നാണോ വന്നേ അങ്ങോട്ട് തിരിച്ചു പോകുന്ന പേരാണ് നിര്യാണം. നിര്യാതയ, തിരിച്ചു കൊടുത്തേക്കൂ. പത്മാവതി തിരിച്ചു കൊടുത്തേക്കൂ. അഥവാ സാക്ഷിമൻ ന്യാസവും നിര്യാതയിതപ്യ, അല്ലെങ്കിൽ ന്യാസം തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സാക്ഷി വേണ്ടേ? അല്ലെ കിട്ടിയില്ലെന്നോ കൊടുത്തില്ലെന്നോ പറഞ്ഞാലോ? അതൊരു രാജാവിന്റെയോ മന്ത്രിയുടെയോ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. ന്യാസം തിരിച്ചു വയ്ക്കുമ്പോൾ അതിനൊരു സാക്ഷി വേണം. സാക്ഷിമത് ന്യാസോ, സാക്ഷിമൻ ന്യാസോ നിര്യാതയിതവ്യ, ന്യാസം സാക്ഷിമത്തായിട്ടാണ് തിരികെ ഏൽപ്പിക്കേണ്ടത്. ഇഹ അത്ര ഭവാൻ രൈഭ്യ അത്ര ഭവതീച്ച അധികരണം ഭവിഷ്യത. ഇവിടെ അവിടുന്ന് വന്ന രൈഭ്യനും ധാത്രിയും രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരും സാക്ഷിയായിക്കോട്ടെ. അവരെ സാക്ഷിയാക്കിക്കൊണ്ട് എന്ത് ചെയ്തോളൂ? ഏൽപ്പിച്ച സാധനം തിരിച്ചു കൊടുത്തോളൂ. ഇഹ അത്ര ഭവാൻ രൈഭ്യ, ഇവിടെ നിൽക്കുന്ന അത്ര ഭവാനായ രൈഭ്യൻ എന്ന ഈ അവിടുന്ന് വന്ന് രാജാവിന്റെ പ്രതിനിധിയായിട്ട് അയച്ച ദൂതനായ കഞ്ചുകി, രൈഭ്യഗോത്രക്കാർ. അതുപോലെ അത്ര ഭവതി, അത്ര ഭവതി വെച്ചാൽ ഇവൾ ആരാണ്? ധാത്രി. അധികരണം ഭവിഷ്യത, രണ്ടുപേരും അധികരണമായി ഭവിക്കട്ടെ, സാക്ഷിയായി ഭവിക്കട്ടെ. പത്മാവതി ആര്യ നിയതാമിതാനീം, ആര്യ ആര്യയെ കൊണ്ടുപോളൂ. ആരുടെയിലേക്ക് ഏൽപ്പിച്ചു? യകൂധനന്റെ കയ്യിലേക്ക്. നിയതാം ഇതാനീം ആര്യ. അപ്പം രാജാവിന്റെ നേരെ അല്ല ആര് നിൽക്കുന്നേ? ഇവൾ അവഗുണ്ഠനം ചെയ്താണ്, മുഖം മുഴുവൻ മൂടിയാ നിൽക്കുന്നത്. കാരണം മറ്റുള്ളവരെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണ്, അവിടുന്ന് വന്ന ഇവളുടെ ധാത്രിയും കാഞ്ചികയുമാണ്. അവരുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യാം? അവളുടെ മുഖം കാണത്തക്ക മട്ടിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആരെ? പത്മാവതി. ആരെ കാണരുത്? രാജാവിനെ കാണരുത്. അങ്ങനെ അവരുടെ നേർക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആവന്തിക നിർവഹിക്കുക. ധാത്രി ആവന്തികയൊന്ന് ആകപ്പാടെ നോക്കിയിട്ട്, അമ്മോ ഭർത്തുകാരികാം വാസോദത്ത, അയ്യോ ഇത് നമ്മുടെ രാജകുമാരി വാസോദത്തയല്ലേ ഇത്? ധാത്രിയാ പറഞ്ഞേ. മരിച്ചുപോയെന്ന് മരിച്ചുപോയെന്നല്ലേ വിചാരം? അയ്യോ ഇത് നമ്മുടെ രാജകുമാരി വാസോദത്തയല്ലേ? രാജ കഥം മഹാസേനപുത്രി, എന്ത് മഹാസേനപുത്രിയോ? ദേവി പ്രവിശ ത്വം അഭ്യന്തരം പത്മാവത്യ, പത്മാവതിയോടൊപ്പം അകത്തേക്ക് വരൂ. യൗകുന്ധന നഖലു നഖലു പ്രവേഷ്ടവ്യം, പറ്റില്ല പറ്റില്ല, അകത്തേക്ക് കടക്കാൻ പറ്റില്ല.
മമ ഭഗിനി ഖല്വേഷ, ഇവൾ എന്റെ സഹോദരിയാണ്. അങ്ങ് വിളിക്കുന്നത് തൊട്ട് വരില്ല. ഞാനാ ഇവിടെ കണ്ടേപ്പിച്ചത്, ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇതാ എന്റെ കൊട്ടാരത്തിലൂടെ കയറി വരൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി നോക്കിയിട്ട് ആകപ്പാടെ കണ്ടു പറഞ്ഞു ഇത് ഇത് വാസവദത്ത് തന്നെ എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു എങ്കിലും ഇനി കൊണ്ടുവന്നോളൂ പത്മാവതി, നമ്മുടെ അന്തപുരത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് യൗവനൻ പറഞ്ഞ് നഹി നഹി, പറ്റില്ല. നഖലു പ്രവേഷ്ടവ്യം. എന്താ കാരണം? മമ ഭഗിനി ഖല്വേഷ, ഇവൾ എന്റെ സഹോദരിയാണ്, അകത്തോട്ട് പ്രവേശിക്കുകയാണ്. കിം ഭവാനേഹ, എന്താണ് അങ്ങ് പറഞ്ഞത്? മഹാസേനപുത്രി ഖല്വേഷ, ഇവൾ മഹാസേനപുത്രിയല്ലേ? യൗവനൻ, ഓ അല്ലയോ രാജാവേ, ഭരതാനാം കുലേ ജാതോ വിനീതോ ജ്ഞാനവാൻ ശുചി തന്നർഹിബലാധർത്തും രാജധർമ്മസ്യദേശിക. ഭരതന്റെ കുലത്തിൽ ജനിച്ചവനാണ്. ഭരതാനാം കുലേ ജാതോ, വിനീതനാണ്, ജ്ഞാനവാനാണ്, അറിവുള്ളവനാണ്, ശുചിയാണ്, പരമശുദ്ധനാണ്. അങ്ങനെയുള്ള യോഗ്യതയുള്ള അങ്ങ് തത് അർഹിക്കുന്നില്ല. ബലാധർത്തും, ബലാൽക്കാരേണ ഇവളെ അകത്തോട് കൊണ്ടുപോകാൻ അങ്ങേക്ക് അർഹതയില്ല. രാജധർമ്മസ്യ ദേശിക, രാജധർമ്മത്തിന്റെ ഗുരുവാണ്. ദേശികൻ ഗുരു, ഉപദേശകൻ. ദേശികൻ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്, ഗുരു എന്നുള്ള അർത്ഥം. രാജധർമ്മത്തിന്റെ ദേശികനാണ് അങ്ങ്. അങ്ങേക്ക് ബലമായും എന്റെ സഹോദരിയെ കവർന്നു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ശകുന്തളൻ തീർച്ചയായിട്ടും. ഇതെന്റെ സഹോദരിയാണ്, ഇതിനെ ബലാത്കാരേണ അകത്തോട് കൊണ്ടുപോകാൻ അങ്ങേക്ക് പറ്റില്ല. ഭരതാനാം കുലേജാതോ വിനീതോ ജ്ഞാനവാൻ ശുചി തന്നാർഹഫി ബലാധർത്തും രാജധർമ്മസ്യ ദേശിക. രാജ ഭവതോ പശ്യാമസ്താവത് രൂപസാദൃശ്യം. ഓ, രാജാവ് പറഞ്ഞു ശരിയാ, രൂപസാദൃശ്യം ഉണ്ടായേക്കാം. താങ്കളുടെ സഹോദരി എന്റെ മരിച്ചുപോയ ഭാര്യയും തമ്മിൽ എന്തുണ്ടാക്കാം? രൂപസാദൃശ്യം കണ്ടേക്കാം. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നാൻ കാരണം. അതുകൊണ്ട് പശ്യാമസ്താവത് രൂപസാദൃശ്യം സംക്ഷിപ്യതാം യവനിക, അവരുടെ മുഖാവഗുണ്ഠനമായ വസ്ത്രം ഒന്ന് മാറ്റും. നേരിട്ട് കാണുക, അപ്പൊ അറിയാമല്ലോ. യവനിക എന്ന് പറഞ്ഞാൽ മുഖം മറച്ചു പിടിച്ചിരിക്കുന്ന വസ്ത്രം എന്നുള്ളൂ. കർട്ടൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. സംക്ഷിപ്യത, അത് സംക്ഷേപം ചെയ്യൂ, ചുരുക്കി എന്താ പറയുക, മടക്കി 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 മാറ്റി ചെറുതാക്കി വെക്കുന്നതിന്റെ പേരാണ് സംക്ഷേപിക്കുക. അതിന്റെ വിക്ഷേപം അത് താഴേക്ക് എന്താണ് തൂക്കിയിടുമ്പോൾ വിക്ഷേപമായി. മുഖത്ത് ഒരു കർട്ടനാണല്ലോ വാസ്തവത്തിൽ. ഇത് താഴോട്ട് മുഴുവൻ കാണാതിരിക്കാൻ വേണ്ടി മുഖം വന്ന് താഴേക്ക് ഇട്ടിരുന്നത് കർട്ടൻ. അത് ചുരുക്കി മേപ്പോട്ടാക്കാനല്ലേ? അപ്പൊ കാണട്ടെ. സംക്ഷിപ്യതാം യവനിക യൗന്ദ്രേണ ജയതു സ്വാമി. ഇപ്പൊ ആര് കണ്ടു? രാജാവ് വാസവത്തെ കണ്ടുള്ളത് ഉറപ്പായപ്പോൾ യൗന്ദ്രേണ വേഷം ഭാവം മാറ്റിയിട്ട് ജയതു സ്വാമി. ഇപ്പോഴാണ് സ്വാമി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സ്വാമി ജയിക്കട്ടെ. വാസുദത്ത ജയതു ആര്യപുത്ര. വാസുദത്ത പറഞ്ഞു ആര്യപുത്രൻ ജയിക്കട്ടെ. രാജ ഈ അസൂ യൗകുന്ദനാണ്. ഐശ്വര്യ ഇയാൾ യൗകുന്ദനാണോ? ഈ മഹാസേനപുത്രി, ഇവൾ മഹാസേനപുത്രി വാസുദത്തെ ആണോ? ഇദ്ദേഹം യൗകുന്ദനാണോ ആണോ? അസൂ യൗകുന്ദന ഇയ മഹാസേനപുത്രി കിന്നു സത്യമിതം. ഇത് സത്യമാണോ? സ്വപ്നഃ ഫാ ഭൂയോ ദൃശ്യത്തെ. വീണ്ടും ഇവളെ സ്വപ്നത്തിൽ കാണുകയാണ്. പണ്ടൊരു സ്വപ്നം കണ്ടതാണ്. വീണ്ടും ഞാനൊരു സ്വപ്നമായിരിക്കും. ഇത് സത്യമായിരിക്കില്ല. ഫാ ഭൂയോ ദൃശ്യതേമയ അനയാപി ഏവമേവാഹം വഞ്ചിത. നേരത്തെ ഇങ്ങനെ കണ്ടതാണ്, അന്ന് എന്നെ വഞ്ചിച്ചതാണ്, ഇപ്പോഴും ഇതന്നെ ഫലം. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഒരു നിമിഷം ഇങ്ങനെ കാണും, എന്നെ വഞ്ചിക്കലാണ്. ഇതാരല്ല, എന്റെ വാസ തിരിച്ചു വന്നല്ല, അവൾ മരിച്ചത് തന്നെ ഉറപ്പ്. ശരി. അപ്പൊ ഈ സന്ദിഗ്ധാവസ്ഥ
ആദ്യം മുതലേ രാജാവിന്റെ ഉള്ളിനെ അലട്ടി ആ ഒരു കഥാപാത്രത്തെ എന്തുമാത്രം സ്ഫുടം ചെയ്തെടുക്കാൻ ഹാസൻ ശ്രമിച്ചു എന്നുള്ള അന്തിമ നിമിഷം വരെ കാണാം. നമ്മൾ നാടകം കാണുമ്പോൾ മുതലേ അറിയാം ഈ വാസുദത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധം. കാരണം രാജാവ് തന്നെ ഇപ്പൊ ആകെ അതെ, ഒരു വിഭ്രാന്തിയിൽപ്പെട്ടിരിക്കുകയാണ്. അനയാപി ഏവമേവാഹം ദൃഷ്ട വാഞ്ചിതസ്ഥത. സ്വാമിൻ ദേവ്യപനയനേന കൃതാപരാധ ഖല്വഹം. ദേവിയെ അപനയനം ചെയ്തത് കൊണ്ട്, മറച്ചു വെച്ചത് കൊണ്ട് കൃതാപരാധ ഖല്വ, ഞാൻ അപരാധം ചെയ്തവനാണ്. തത് ക്ഷന്തും അർഹതി സ്വാമി. അതുകൊണ്ട് അന്ന് ക്ഷമിക്കണം. ഇതി പാതയോ പതതി. രാജാവിന്റെ കാലിലേക്ക് യൗഗന്ധരൻ വീഴും. രാജ ഉത്ഥാപ്യ എഴുന്നേൽക്കുക. രണ്ട് കൈകൊണ്ടും പിടിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? മുകളിലേക്ക് എഴുന്നേൽപ്പിച്ചിട്ട് ആ മുഖം തന്റെ മുഖത്തിന്റെ നേരെ ആയി കഴിഞ്ഞപ്പോൾ, യൗഗന്ധനായണോ ഭവാൻ നനു, താങ്കൾ യൗഗന്ധനാൻ തന്നെയോ? മുഖം തന്റെ മുഖത്തോടടുത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട യൗഗന്ധനായൻ തന്നെയാണോ താങ്കള്? എനിക്കിപ്പോഴും എന്താണ് സംശയമായിരിക്കും. യൗഗന്ധനായണോ ഭവാൻ നനു മിഥുന്മാദേശ്ച യുദ്ധേശ്ച ശാസ്ത്രദൃഷ്ടേശ്ച മന്ത്രൈ ഭവദ്യത്നൈഃ ഖലു വയം മജ്ജമാന സമുദ്ധൃതാഃ. മിഥ്യ ഉന്മാദൈഹി ച, മിഥ്യ കൊണ്ടും ഉന്മാദം കൊണ്ടും, യുദ്ധേശ്ച യുദ്ധം കൊണ്ടും, ശാസ്ത്രദൃഷ്ടേശ്ച മന്ത്രദേഹി ശാസ്ത്രങ്ങൾ കാണപ്പെട്ട മന്ത്രോപദേശങ്ങൾ കൊണ്ടും, ഭവദ്യത്നൈഹി അങ്ങയുടെ യത്നങ്ങളാൽ, ഖലു തീർച്ചയായിട്ടും, വയം അജമാനാഹ മുങ്ങിപ്പോയ ഞങ്ങളെ ഉയർത്തിയെടുത്തിരിക്കുന്നു. മിഥ്യയിൽ അകപ്പെട്ടു പോയ ഞങ്ങളെ അതിൽ നിന്നും ഉയർത്തിയെടുത്തു. ഉന്മാദത്തിൽ അകപ്പെട്ട ഞങ്ങളെ അതിൽ നിന്നും ഉയർത്തിയെടുത്തു. യുദ്ധത്തിലകപ്പെട്ട ഞങ്ങളെ അതിൽ നിന്നും വിജയിച്ചു. ശാസ്ത്രങ്ങളിൽ കാണപ്പെട്ട ഉപദേശങ്ങൾ പറഞ്ഞു. മന്ത്രിയുടെ ജോലി അതാ. രഘു സർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കുറച്ച് ഡിസ്റ്റർബൻസ് വരും. താങ്ക് യു. അങ്ങനെ ഭവത് യത്നൈഹി ഖലു അങ്ങയുടെ യത്നങ്ങളെ കൊണ്ട് തന്നെ, മജ്ജമാനാഹ വയം മുങ്ങപ്പെട്ട ഞങ്ങൾ, സമുദ്ധാഹ ഉയർത്തിയെടുത്തിരിക്കുന്നു ഞങ്ങളെ. ഇത് മന്ത്രിയുടെ ദൗത്യമാണ്. രാജാവ് എപ്പോഴെങ്കിലും മിഥ്യയിലകപ്പെട്ടാൽ, തെറ്റിലകപ്പെട്ടാൽ, ഉന്മാദത്തിലകപ്പെട്ടാൽ, മനസ്സിന്റെ വിഭ്രാന്തിയിലകപ്പെട്ടാൽ, യുദ്ധത്തിലകപ്പെട്ടാൽ, ഈ മൂന്ന് സന്ദർഭത്തിൽ ശാസ്ത്രങ്ങളിലുള്ള ഉപദേശങ്ങൾ കൊണ്ട് ഉപദേശിച്ച് അതിന് തക്ക പ്രയത്നം ചെയ്തിട്ട് ഞങ്ങളെ പോലെയുള്ള രാജാക്കന്മാർ, ആരാണ്? സചിവായത്ത സിദ്ധികൾ, മന്ത്രിമാരിലാണ് ഞങ്ങളുടെ സിദ്ധിമുണ്ട്. അവരാണ് ഞങ്ങളെ വേണ്ടവണ്ണം നയിച്ചുകൊണ്ട്. ഞങ്ങളെ പോലെയുള്ളവർ മജ്ജമാനാഹം മുങ്ങിപ്പോയ ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പൊ പൊക്കിയെടുത്തു. മിഥ്യോന്മാദേശ്ച യുദ്ധേശ്ച ശാസ്ത്രദൃഷ്ടേശ്ച മന്ത്രതൈ ഭവദ്യത്നൈ ഖലു വയം മജ്ജമാനാസമുദ്ധൃതാഃ. സ്വാമി ഭാഗ്യാനം അനുകന്താരോപയം. ഞങ്ങളുടെ മഹത്വം കൊണ്ടല്ല ഇതൊന്നും, പിന്നെ എന്താണ്? ഭാഗ്യങ്ങളെ പിന്തുടരുന്നവർ മാത്രമാണ് ഞങ്ങൾ. അങ്ങേക്ക് അനുഭവിക്കേണ്ട ഭാഗ്യങ്ങൾ ധാരാളം വിധി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗ്യത്തെ പിന്തുടരൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് എത്ര വിനീതനായിട്ട് മാറി യോഗത്തിലായി. ആ കഥാപാത്രത്തിന്റെ ഒരു മിഴിവ് അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ഇതുവരെ നമ്മൾ വളരെയധികം ദുഷ്ടനാണ്, ക്രൂരനാണ്, ക്രൂരനാണ് എന്നൊക്കെ കണ്ടിരുന്ന ആൾ ഇപ്പം
രാജാവിന്റെ അധീനതയിലുള്ള ഒരു തോഴനെ പോലെ. സ്വാമി ഭാഗ്യാനാം അനുഗന്ധാരോ പത്മാവതി. അഹോ ആര്യാഖൽവി, അയ്യോ ഇവര് ആര്യാണ്. ഞാൻ ഇത്രയും നാൾ എന്റെ കൂടെ കൊണ്ടു നടന്ന് ഒരു തോഴിയെപ്പോലെ കണ്ടിരുന്ന ഇവൾ രാജാവിന്റെ ജ്യേഷ്ഠപത്നിയായ ആര്യ തന്നെയാണോ? ആര്യേ സഖീജന സമുദാചാരേന അജാനന്ത്യ അതിക്രാന്ത സമ്പദ. ആര്യേ ജ്യേഷ്ഠത്തെ സഖീജന സമുദാചാരേന, കൂട്ടുകാരോട് പെരുമാറുന്നത് പോലെ ഞാൻ നിന്നോട് പെരുമാറിപ്പോയി. അറിയില്ലല്ലോ. സഖീജന സമുദാചാരേന അജാനന്തി അതിക്രാന്ത, അറിയാതെ അതിക്രമിച്ചു കഴിഞ്ഞു സമുദാചാരം. ഒരിക്കലും ഒരു രാജ്ഞിയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. പക്ഷെ അറിയാതെ കണ്ടാണ് ഞാൻ ആചാര ലംഘനം നടത്തിയത്. അത് ശീർഷേണ സ്വാമിയാണ്. അവളുടെ കാലിലേക്ക് വീണ് നമസ്കരിച്ചിട്ട് തലകുനിച്ച് പാദ നമസ്കാരം ചെയ്ത് എന്റെ മേലുള്ള ആരോപണങ്ങളെ ക്ഷമിച്ച് എന്നെ സന്തോഷിപ്പിക്കൂ എന്ന് പത്മാവതി വാസുദേവന്റെ കാലിലേക്ക് വീണു. തീർഷേണ പ്രസാദയാണ്. വാസുദത്ത പത്മാവതിയും ഉദ്ഘാപ്യ. വാസുദത്ത രണ്ട് കൈകൊണ്ട് പത്മാവതിയെ മുകളിലേക്ക് പൊക്കിയെടുത്തിട്ട് ഉത്തിഷ്ഠ ഉത്തിഷ്ഠ അവിധവേ ഉത്തിഷ്ഠ, എഴുന്നേക്കൂ എഴുന്നേക്കൂ, ഒരിക്കലും വിധവയാകാത്തവളെ എഴുന്നേൽക്കൂ. ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആശംസ ഇതാ, അവിധവ. ഒരിക്കലും നിന്റെ ഭർത്താവ് മരിക്കാൻ ഇടയാവാതിരിക്കട്ടെ, നീ അവിധവയാണ്, എഴുന്നേൽക്കൂ. അർത്ഥിഫം നാമ ശരീരം അപരാധ്യത. അർത്ഥികൾ അവരവരുടെ ശരീരത്തിനോട് അപരാധം കാണിച്ചേക്കും. അർത്ഥി സ്വം നാമ ശരീരം അപരാധ്യത. അർത്ഥികൾ അവരവരുടെ ശരീരത്തിന്റെ അവസ്ഥ, നിലനിൽപ്പ്, അത് പരിഗണിക്കാറില്ല. അപരാധ്യത. അതുകൊണ്ട് ഇവിടെ നീ രാജാവിന്റെ ധർമ്മപത്നി പദം അർത്ഥിക്കുന്നവളാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് നീ ഇവിടെ തെറ്റും ചെയ്തിട്ടില്ല. പത്മാവതി അനുഗ്രഹീത. ഓ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഓഹോ, സമാധാനമായി. കൂടെയുള്ള മറ്റൊരു പത്നിയാണ് തന്നെ കുറിച്ച് രാജ വൈശ്യ യൗഗന്ധരേണ ദേവി അപനയനെ കാകതാതേ ബുദ്ധി. ഇപ്പോഴാ ചോദിക്കുന്നത്. വയസ്യ യൗഗന്ധരായണ, സുഹൃത്തായ ഹേ യൗഗന്ധരായണ, ദേവി അപനയനെ, ദേവിയെ മറച്ചു പിടിച്ചതിൽ കാകതാതേ ബുദ്ധി, എന്തായിരുന്നു താങ്കളുടെ ഉദ്ദേശം? യൗഗന്ധര കൗശാംബി മാത്രം പരിപാലയ, കൗശാംബി രക്ഷിക്കാൻ വേണ്ടി മാത്രം, മറ്റൊരു കാരണമായിട്ടായിരുന്നു. രാജ അഥ പത്മാവത്യാഹസ്തേക്കും ന്യാസകാരണം. എങ്കിൽ പത്മാവതിയുടെ കൈക്കൊണ്ട് ഏൽപ്പിക്കാൻ എന്താണ് കാരണം? ഇതൊക്കെ നമ്മൾ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളാണ്. പുഷ്പകഭദ്രാദിഭി ആദേശീയരാധിഷ്ഠ സ്വാമിനോ ദേവിയെ പ്രവിശ്യതി. പുഷ്പകഭദ്രാദികളായ ആദേശികന്മാർ, ജ്യോത്സ്യന്മാരാൽ ആദിഷ്ട പറയപ്പെട്ടു സ്വാമിനോ ദേവി പ്രവിശ്യതി. പത്മാവതി അങ്ങയുടെ ഭാവി ഭാര്യയായിട്ട് വരും എന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചത്. രാജ ഇതമപ്പി രുമണ്ണത ജ്ഞാതം. ഇതൊക്കെ രുമണ്ണാൻ അറിയാമായിരുന്നോ? സ്വാമിൻ സർവൈരിയ അപജ്ഞാതം. ഞങ്ങൾക്ക് മന്ത്രിമാർക്ക് എല്ലാം അറിയാം. സ്വാമിൻ സർവൈരിയ അപജ്ഞാതം. ഞങ്ങൾ മന്ത്രിമാരെല്ലാം ഇതറിഞ്ഞു തന്നെയാണ് ആവശ്യത്തിനുണ്ട്. ഞാൻ മാത്രം ഉദ്ദേശമല്ല, രുമണ്ണൻ ഇതൊക്കെ അറിയാം. രാജ അഹോ ശാഖരരും. അപ്പൊ ഇതൊരു ദുഷ്ടനാണ്. കാരണം എന്താണ്? ഞാൻ കരഞ്ഞ സമയത്തൊക്കെ എന്റെ കൂടെ ഇരുന്ന് കരയുക,
ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ കഴിക്കാതിരിക്കുക, ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ ഉറങ്ങാതിരിക്കുക. അപ്പോഴൊന്നും ഒരു വാക്ക് ഇയാൾക്ക് പറയാമായിരുന്നല്ലോ. ഓ, ഷഠനാണ് ഈ രുമണ്ണുവാൻ. ഞാൻ ജീവൻ ഉപേക്ഷിച്ചാൽ രുമണ്ണുവാനും ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. അനാഹാരേ തുല്യ, നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞാണ്. യാകുന്നഹേള സ്വാമിൻ ദേവ്യാഹ കുശല നിവേദനാർത്ഥം അദ്യൈവ പ്രതിനിവർത്തതാം അത്ര ഭവാൻ രൈഭ്യോ അത്ര ഭവതി. യാകുന്നഹൻ പറഞ്ഞു, ഹേ സ്വാമി, ദേവിയുടെ കുശലം അറിയിക്കാൻ വേണ്ടി കുശല നിവേദനാർത്ഥം, വാസവദത്ത അപകടപ്പെട്ടിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അദ്യൈവ, ഇന്ന് തന്നെ പ്രതിനിവർത്തതാം, തിരിച്ചു പോകട്ടെ, അത്ര ഭവാൻ രൈഭ്യു അത്ര. ഈ കാഞ്ചികീയനായ രൈഭ്യനും അത്ര ഭവതിയായ ധാത്രിയും ഇവിടെ തന്നെ തിരിച്ച് വേഗം പോട്ടെ. കാരണം അവർ വിഷമിച്ചിരിക്കല്ലേ, അവരോട് ചെന്ന് വേഗം കാര്യം പറയും. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ നമുക്ക് പറഞ്ഞേക്കാം. അതല്ലേ ബുദ്ധി. രാജ വേണ്ട വേണ്ട, ഫറുവ ഏവ വയം യാഫ്യമോ ദേവ്യ പത്മാവത്യ സഹ, നമുക്കെല്ലാവർക്കും പോകാം, പത്മാവതിയും കൂടെ തരട്ടെ. പത്മാവതിയെ കാണുമ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാകുമോ എന്നൊക്കെ പത്മാവതിക്ക് പേടിയുണ്ട്. പക്ഷെ രാജാവ് പറഞ്ഞു, പത്മാവതിയോടൊപ്പം നമുക്കെല്ലാവർക്കും പത്മാവതി, വാസവദത്ത, ഞാന്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് നമുക്ക് എവിടേക്ക് പോകാം, പ്രതിരോധ രാജധാനിക്ക്. യാകുന്നേന ഇതാജ്ഞാപേതി സ്വാമി എന്ന് പറയുന്നത് പോലെ നാടകം അവിടെ പരിസമാപിച്ചു. ഒരു സന്തോഷകരമായിട്ട് തിരിച്ചു വന്നു. ഒരു ഭരതവാക്യത്തോടുകൂടി തീരുകയാണ്. ഇമാം സാഗരപര്യന്ത ഹിമവിന്ധ്യകുണ്ടലാം മഹീമേകാതപത്രാംഗാം രാജസിംഹ പ്രശസ്തുന. ഇമാം സാഗരപര്യന്താം, ഈ ഭൂമി, സാഗരപര്യന്തം കടൽ വരെയുള്ള, സമുദ്രം വരെയുള്ള ഈ ഭൂമി, ഹിമവത് വിന്ധ്യകുണ്ടലാം, ഹിമവാനും വിന്ധ്യനും ഈ ഭാരതഭൂമിയുടെ രണ്ട് കുണ്ടലകൾ. അങ്ങനെയുള്ള മഹിയെ, ഈ ഭൂമിയെ, ഏകാതപത്രാംഗാം, ഒറ്റ കുട കീഴിൽ നിർത്തിക്കട്ടെ. ഏക ആതപത്ര അംഗം, ആതപത്രം കുട, കുട, ഒറ്റ കുട കീഴിലാക്കിക്കൊണ്ട് രാജസിംഹ, സിംഹപരാക്രമശാലിയായി രാജാവ്, നഹ പ്രശാസ്തു, ഞങ്ങളെ ശാസിക്കട്ടെ, ഭരിക്കട്ടെ എന്നിങ്ങനെ ഭരതന്റെ വാക്യം ഉദാഹരിച്ച് പറഞ്ഞിട്ട് എല്ലാവരും പോയി. അങ്ങനെ ശുഭാന്ത വ്യവസായിയായിട്ട് നാടകം സമാപിക്കും. ഇവരവിടെ ചെന്നോളൂ, ചെന്ന് കണ്ട് കഴിയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. ഇതില് പത്മാവതിയുടെ മനസ്സും ഭയങ്കരം തന്നെ അല്ലേ? അതെ, ഒന്നും പറയാണ്ട് ഒരു സ്ത്രീയെ എന്താ പറയാ സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു, അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സമാധാനിപ്പിക്കാൻ ലോകത്ത് കാണാൻ പറ്റുന്ന ഒരു വാർത്ത പറ്റില്ലേ? അതെ അതെ. എന്താ വെച്ചാൽ അവനവൻ കണ്ടമാനം സ്നേഹിച്ചു പോവുകയും ചെയ്തു. എന്നിട്ട് അത് ഭാര്യ ഉണ്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു, അത് ഭയങ്കര ഒരു, അങ്ങനെ അറിയുമ്പോൾ അതിനെ വകവരുത്താൻ നോക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പതി. അതെ അതെ, ശരിക്കും. അതേപോലെ അവസാനത്തെ കമ്പാരിസണും ഭയങ്കരമായില്ലേ? ഹിമവദ്യം മറ്റേ കുണ്ടലമാണെന്ന് പറയണേ. അതെ, ഭൂമിയുടെ രണ്ട് കുണ്ടലങ്ങളാണ്. നമ്മൾ ആലോചിക്കുമ്പോ എന്തൊരു ആ വിഷ്വൽ ഇത് നമുക്ക് ഭയങ്കര. സാധാരണ മറ്റു കവികളൊന്നും വിന്ധ്യാപർവ്വതത്തെ അത്ര എടുത്ത് പറഞ്ഞില്ല. ഹിമവാനും വിന്ധ്യനും രണ്ടും ഭാസൻ വിന്ധ്യനെ കൂടെ നന്നായിട്ട് ഹിമവാന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ തെക്കേന്ത്യമായിട്ടുള്ള ചായ്വ്, അതെ അതെ, ആ തെക്കേ ഇന്ത്യയുടെ ആ കേരളമായിട്ടുള്ള ഒരു ബന്ധം ഭാഷനെ നമുക്ക് ആരോപിക്കാൻ ഈ വാക്കുകൾ ഓരോന്നും സഹായിക്കുന്നു. അല്ല, പത്മാവതിയുടെ ആ ക്യാരക്ടർ, അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മനസ്സുള്ള, അതും എന്താ പറയുക, വളരെ നിർമ്മലവും ഉത്കൃഷ്ടവുമായിട്ടുള്ള, എന്നാൽ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ ബൗദ്ധികമായിട്ടും വളരെ പരിപക്വമായിട്ടുള്ള മനസ്സോട് കൂടിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് ആദ്യം തൊട്ട് തന്നെ ആ ക്യാരക്ടർ അങ്ങനെ ബിൽഡ് ചെയ്ത് കാരണം നമുക്ക്
കാരണം പ്രേക്ഷകർക്ക് ഒരു വിധത്തിലും മറ്റൊരു തരത്തിൽ പത്മാവതിയിൽ നിന്ന് ഒരു പ്രതികരണം വരാൻ പറ്റില്ല എന്ന് നമ്മളെ ആ തുടർച്ചയായിട്ട് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് ഉള്ളൊരു ആണ് മാത്രം. നാടകത്തിന്റെ ടോട്ടൽ കിട്ടിയല്ലോ, കിട്ടി. എന്താണ് ഈ നാടകം എന്നുള്ളത്. അന്ന് ഞങ്ങൾ പഠിച്ചപ്പോ ഒരു പുക പോലൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. കാരണം അവിടെ നിന്ന് ഓരോന്ന് പറയല്ലേ ഇത്. അല്ല, അത് തന്നെയല്ല, ഞങ്ങളന്ന് സെക്കൻഡ് ഇയറിലല്ലയോ ഞങ്ങളെ വളരെ വേഗത്തിൽ പഠിപ്പിക്കുകയും ചെയ്തു. പഠിച്ചത് അല്ലേ? ഒരു ചെറുതായിട്ടൊരു ഇത് കിട്ടിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പം സാർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാരക്ടേഴ്സും നാടകമെല്ലാം നല്ല എന്താ പറയുന്നത്, സ്വപ്ന വാസ്തവത്വം എങ്ങനെയാണെന്നുള്ള വാസന്റെ ആ നാടകത്തിന്റെ ആ ഒരു ആസ്വാദനം. കാരണം ഇത്രയും വർഷം നാടകങ്ങളും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടത് അതിന്റെ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഒക്കെ കൊണ്ടാണ്. അതുകൊണ്ട് ആണ് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം 10ാം ക്ലാസ്സിൽ എടുത്ത് വായിക്കുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ. കാരണം അന്ന് സത്യത്തിൽ ഭാസന്റെ ഈ ശ്ലോകങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഡയലോഗുകളൊക്കെ ആയിക്കോട്ടെ, ഇത്രയും അങ്ങോട്ട് അതിനകത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാനൊന്നും പറ്റിയില്ല. സാറിപ്പോ വേഗമാണ് എടുത്തതെങ്കിലും എല്ലാം ലളിതമായിട്ടെല്ലാം പറഞ്ഞു തന്നല്ലോ. കാരണം അത് തന്നെയല്ല, നാടകത്തിന്റെ ഒരു കാഴ്ചപ്പാടിലോ, മറ്റേത് നമ്മൾ കാവ്യത്തിന്റെ ഒരു കാഴ്ചപ്പാടിലോ ആണ്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നാടകത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പം സാറ് എടുത്തത്. അപ്പം അത് അപ്പൊ ആ ഒരു രൂപകം എന്ന രീതിയിൽ ഇപ്പം അതിനെ കൂടുതൽ മറ്റൊരു രീതിയിൽ കാണാൻ പറ്റും. സാറിന്റെ ഉദാഹരണത്തിലെല്ലാം ഉണ്ടെന്ന് പറയാം. 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം 10ാം ക്ലാസ്സിൽ എടുത്ത് വായിക്കും. അതെ സാറേ, അന്ന് നമ്മള് പഠിച്ചതും അന്ന് ഭയങ്കര സ്പീഡിലാണ് നാരായണ സാർ എടുത്തു പോയതേ. നമ്മളിങ്ങനെ കേട്ടുപോയി നല്ലതേ. പക്ഷെ ഇത്തവണ ഇത് പഠിക്കുമ്പോ ഒരു ഉദ്ദേശം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മള് കുറച്ചുകൂടെ അതില് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. സാറ് നമ്മളെ ഇങ്ങനെ കൂടെ കൊണ്ടുപോവായിരുന്നു. മറ്റേ നമ്മള് നാരായണ സാറിന്റെ പുറകെ ഓടിച്ചെല്ലാനായിട്ട് നമ്മള് ശ്രമിച്ചു. ഓടിയെത്തിയില്ല. ഇങ്ങനെയല്ല, ഓരോ ശ്ലോകവും ഓരോ പദവും പ്രത്യേകം പറഞ്ഞ് അർത്ഥം പറഞ്ഞ് അങ്ങനെ പോവായിരുന്നു പതിവ്. ഞാൻ എടുത്തിട്ടില്ല. 1 വർഷം മുഴുവൻ നന്നായിട്ട് എടുക്കേണ്ടത്. താരതമ്യേന ചെറിയ നാടകമാണെങ്കിൽ പോലും അത് കുറച്ച് കൂടുതൽ. അല്ല, സാറ് സ്പീഡിലെടുത്തെങ്കിലും നല്ലോണം മനസ്സിലായതെല്ലാം, എല്ലാത്തിന്റെ എല്ലാ അർത്ഥവും എല്ലാം മനസ്സിലായി. എല്ലാം പദം പിരിച്ച് പറയുമ്പോഴേ നല്ല മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെ പോയതുകൊണ്ട് ഇതിലെ സംഭാഷണം ഇനി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴും ഈ പദം പിരിച്ച് കിട്ടിക്കുന്നതിന് പറയാൻ പറ്റുള്ളൂ. ശരി, പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുമായിരുന്നു, നമ്മളെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ചോദിക്കുമായിരുന്നു, സാറ് ക്ലാസ് എടുക്കുന്നതോടൊപ്പം കുറഞ്ഞ പക്ഷം അതായത് അവനവന്റെ ആ റോളിന്റെ ഡയലോഗെങ്കിലും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയോന്ന് ചോദിക്കുമായിരുന്നു. അല്ല, ഇനിയിപ്പോ നമുക്ക് എന്താണ് ആലോചിക്കാനുള്ളത്, 2-3 കഥാപാത്രങ്ങളെ കൂടെ വേണം. നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അവരുടെ കഥാപാത്രങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസരമാണ്. അത് മാറിയിട്ട് മറ്റെന്തെങ്കിലും കഥാപാത്രങ്ങളോട് താല്പര്യമുള്ളവരുണ്ടോ? അത് ഇതിനകത്തെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ രാജാവും വിദൂഷകനും. അവര് നന്നായിട്ട് പറയാൻ പറ്റുന്നവര്, സംഭാഷണം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം, കാണാതെ പഠിക്കാൻ പറ്റുന്നവരായിരിക്കണം. അങ്ങനെയുള്ള 2 പേരെയാണ് നമുക്ക് വാസ്തവത്തിൽ ഇനി ശരിക്കും ഇതിനകത്ത് വേണ്ടത്. അത് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പം മാർച്ചിൽ നമ്മളെ തീരുമല്ലോ. അതെ, അന്ന് ഉച്ച കഴിഞ്ഞിരുന്നാൽ ആരെ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഭാഗവും തന്നു വിട്ടു കഴിഞ്ഞാൽ വെക്കേഷൻ 12 മാസം നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമേ വരുന്നുള്ളൂ. നമുക്ക് റിഹേഴ്സൽ ആകെപ്പാടെ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഒക്ടോബറിലല്ലേ വേണ്ടേ?
ഒക്ടോബറിലാണ് ഒക്ടോബറിലാണ് വേണ്ടത്. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമേ അടുത്ത വർഷം കിട്ടുള്ളൂ. അല്ലെ വെക്കേഷൻ നമുക്ക് 1 മാസം കൊടുത്ത് 4-5 മാസം പ്രാക്ടീസ് നോക്കിയെങ്കിൽ എന്നൊന്നും ഇല്ലല്ലോ. അതെ. അപ്പൊ അങ്ങനെ ആയാലേ പറ്റുള്ളൂ. അതിന് ആദ്യം വേണ്ടത് കഥാപാത്രങ്ങളെ നിശ്ചയിക്കണം. ഏതൊക്കെയാണ്, ഏത് ഭാഗമാണ് എടുക്കുന്നത് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരവർക്ക് പറ്റുന്ന അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് ഒന്ന് കാണിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മൾ എങ്ങനെ ഉണ്ടാകും, അതിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടോ. ഈ രണ്ടാ അറിയേണ്ടത്. ഒന്ന് പറയാൻ ഇതൊന്ന് ചുരുക്കി എഴുതണ്ടേ ഈ നാടകം? വേണം. അതൊന്ന് ചുരുക്കണം. ഞാനൊന്ന് ഏകദേശം ഒക്കെ അതിന്റെ കൂടെ ആലോചിച്ചതിന് ശേഷം വേണ്ടത് നമുക്ക് എഴുതാം. ബാക്കില്ല. 2.5 മണിക്കൂറിന് തീർത്തൊക്കെ മക്കൾ അറേഞ്ച് ചെയ്തു. അപ്പൊ അന്ന് ഉച്ച കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഫൈനലൈസ് ചെയ്യാം. അതെല്ലാവരും വരുമെങ്കിൽ. എന്താണ് സാർ? 29-ാം തീയതിയല്ലേ ഈ പ്രസരത്തിന്റെ സമാപനം നമ്മൾ വെച്ചേക്കുന്നത്? മാർച്ച് 29. 28 ക്ലാസ് തീരും. 29 ശനിയാഴ്ച ആണ് നമ്മളെ ഫോഷിലും സമാപനം എല്ലാം അന്നാണ് വെച്ചത്. എന്റെ വീടുകളും എല്ലാം അന്നുണ്ട്. അപ്പൊ അന്ന് എല്ലാവരും എത്തും എന്നാണെങ്കിൽ നമുക്ക് അന്നുച്ച വരെയുള്ള പരിപാടി. 3 കഴിഞ്ഞാൽ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഇരുന്നിട്ട് അപ്പൊ ഇന്ന് ഫൈനലൈസ് ചെയ്യണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗം വേണം ഞാൻ കൊണ്ടുവരുന്ന നമുക്ക് ചർച്ച ചെയ്തിട്ട് അത് പറ്റുന്നതാണോ, നാടകത്തിന് ഇതിന്റെ സ്റ്റേജ് എഫക്റ്റ് ഉള്ളതാണോ എന്ന് കണ്ടിട്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അടുത്തൊരു ഭാഗം സെലക്ട് ചെയ്ത് അതാക്കി എന്നിട്ട് അതിനുശേഷം പഠിച്ചാൽ അപ്പൊ അവരുടെ ഭാഗം പിന്നെ ശരിക്കും കാണാൻ പഠിക്കാനുള്ളതാണ് പ്രധാന. അത് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പഠിച്ചു കഴിഞ്ഞിട്ട് മതി റിഹേഴ്സൽ. റിഹേഴ്സൽ പറ്റില്ല. പേപ്പർ കൈ വെച്ചോണ്ടും റിഹേഴ്സൽ പറ്റില്ല. അപ്പൊ അത് മാറ്റി വെച്ചോണ്ട് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് പറയാൻ പാകത്ത് വളരെ ചുരുക്കിയേ വരികയുള്ളൂ. ഇതൊന്നും വരില്ല. പ്രശ്നം ശ്ലോകമൊന്നും ഉണ്ടാവുകയില്ല. ശ്ലോകത്തിലെ ആശയം വേണ്ടി വന്ന 1-2 ഒരു വരി വല്ലതും ആക്കിയിട്ട് അതിന്റെ 4 മാസം കിട്ടില്ലേ സർ പഠിക്കാനായിട്ട്? അപ്പൊ അത് ടൈം നന്നായിട്ടുണ്ടല്ലോ. അതെ, 2 മാസം കൊണ്ട് അവരവരുടെ ഭാഗം പഠിച്ചു വന്നാൽ നമുക്ക് റിഹേഴ്സൽ വളരെ എളുപ്പമാവും. മാർച്ചില് നമ്മളുടെ ഇത് തീരും. മാർച്ചിൽ തന്നെ ഡിസൈഡ് ചെയ്ത് ഏപ്രിലിൽ നമുക്ക് ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ മാർച്ചിൽ തന്നെ തരാമല്ലോ. അതെ, അപ്പൊ കുഴപ്പമില്ല. ഏപ്രിൽ, മെയ് 2 മാസം പഠിക്കാൻ തരും. മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി ആദ്യത്തെ റിഹേഴ്സൽ നോക്കാം. ജൂണിൽ 2 നോക്കാം. ജൂലൈ ഉണ്ട് 4 മാസം ഈ പറഞ്ഞ പോലെ നമുക്ക്. അതുകൊണ്ട് നമുക്ക് പക്ഷെ നമ്മൾ നാടകം തുടങ്ങി ഇത് 3-4 വരെ നാടകത്തിന് അവസാനം വരെ വന്ന് വരുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് പോയവരെ. പക്ഷെ ഈ രാജാവ് എന്ന് പറയുന്നതും ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. രാജാവും വിദൂഷനും സ്ട്രോങ്. അതാണ്. അതപ്പോ അവിടെ ശരിക്കും ഇമോഷൻസും കൊണ്ടുവരേണ്ട ഒരു ക്യാരക്ടറാണ്. വേണം, ഭാവം വേണം, സംഭാഷണം വേണം, എല്ലാം വേണം. ഒരു വാചകം പറയുമ്പോ ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ പറ്റണം. അത് നമുക്ക് അന്ന് 1-2 ഭാഗങ്ങൾ ആഗ്രഹിക്കുന്നവരെ അവരെ അത് കഥാപാത്രം ചെയ്യാവുന്ന അവരെ കൊണ്ട് ചെയ്യിച്ചു നോക്കാം. അതെ, അത് ശരി. നമുക്കറിയാമല്ലോ. അതെ. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ മാർഗമൊക്കെ ചെയ്യാം. അത് ഈ ഓഡീഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന പോലെ അതെ, ഈ ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അവരെ കൊണ്ടൊന്ന് അഭിനയിച്ച് നോക്കിച്ചിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് എടുത്താൽ മതി സാറേ. അതല്ലേ നല്ലത്. നാടകം മുഴുവൻ കേട്ട് പഠിച്ചവരെ ഇല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് അവരെ അല്ലാതല്ല ഓരോ ഭാവങ്ങളെ ഏതെങ്കിലും രംഗം പറഞ്ഞു കൊടുത്തിട്ടേ അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറയാം. അപ്പൊ അതിന്റെ ഭാവമൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതെ, സംഭാഷണം ഭാവങ്ങളും ഒക്കെ വരുന്നെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതന്നെയാണ് നമുക്ക് നോക്കാം. അല്ലാതല്ല അത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ എടുത്താൽ മതി. അല്ലേ? ഒരു ഓഡീഷൻ ടെസ്റ്റ് തന്നെ ആയിക്കോട്ടെ.
മാർച്ച് ലാസ്റ്റിൽ എല്ലാരും ഉണ്ടാവുമല്ലോ, ഇവര് സാറുമാരെല്ലാരും ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റൂലോ ആരാണ് എന്തിനാണ് നല്ലത് എന്നുള്ളത്. ഓ അതെ, correct അപ്പൊ ചെയ്യാൻ പറ്റും. ആ ദിവസം ഒരു നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നണേ. അതെ. പിന്നെ എന്താ ഈ ദ്വാരപാലകന്മാർ ആദ്യം അതാരെങ്കിലും രണ്ടുപേരും മതി, അവർക്ക് ഒത്തിരി അഭിനയിക്കാനും കാര്യമായിട്ടൊന്നും ഇല്ല. അത് കഴിഞ്ഞ് അവളുടെ റോള് കഴിയുകയും ചെയ്യും. അപ്പം നിലവിൽ ഉള്ള അന്ന് അഭിനയിച്ചവർക്ക് വേണമെങ്കിൽ പ്രൊമോഷനോടുകൂടി നാടകത്തിലെ മറ്റു കഥാപാത്രങ്ങളിലേക്ക് പോവാം. എങ്കിൽ നമുക്ക് വേറെ വെളിയിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്യാം. 2 വാചകം പറയാനേ ഉള്ളൂ, വേറെ നമുക്ക് പറയാനില്ല. അത് കഴിഞ്ഞ് വേഷമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് ആള് വേറെ ആയിട്ട് മാറും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ തൽക്കാലം വേറെ ആരെയും വെളിയിൽ നിൽക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ നിന്നുള്ളവര് ഇത് പൂർണ്ണമാക്കി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് മറ്റു 2 പേർക്ക് മാത്രമായിട്ട് ആരെങ്കിലും എടുത്താൽ മതി. അതേപോലെ സർ നമുക്ക് സമയം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കോസ്റ്റ്യൂമും കുറച്ചും കൂടി നമുക്ക് നോക്കി കണ്ട് ചെയ്യാനും സാധിക്കും. മൈക്കിന്റെയും ഒക്കെ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞോടെ എല്ലാം നോക്കണം. പരിചയമുള്ളവരടക്കം നമുക്ക് അവസാനം ജയിക്കാൻ വേണം. നമ്മൾ ആയിട്ട് മതി. അവസാനത്തെ 2-3 റിഹേഴ്സൽ അങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. അതെ, ഇത്തവണ സമയം ഉണ്ടല്ലോ നമുക്ക്. പ്രദേശം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങിയത്. നമ്മൾ ഇത്തവണ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയാ സോഷ്യൽ ഇതിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സംസ്കൃത നാടകമല്ലേ, നമ്മൾ സ്റ്റുഡൻസ് ചെയ്യണു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കേരളത്തെ അത്ഭുതകരമായ പ്രതിഭാസമായിട്ട് മാറുന്നത്. അതെ, രഘുസാറ് വിദൂഷകനോ രാജാവ് ആയിക്കോ. ആ രണ്ടിലൊന്നാക്കണം നമുക്ക്. അതെ. പിന്നെ എന്താണ് ഗോഡൻ സാറോ അല്ലെങ്കിൽ മറ്റേ സുബ്രഹ്മണ്യൻ സാറോ തയ്യാറാണെങ്കിൽ അവർക്കും നമുക്ക് ഇങ്ങനെയുള്ള ഓരോന്ന് കൊടുക്കാം. എന്നിട്ട് വേറെ 2 പേര് നമുക്ക് അവസാനം മറ്റേ എടുത്താൽ മതി. കഴിഞ്ഞവണ ഇട്ടിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നോ സർ? ഈ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരൊന്നും സർ ഓഡിയോ ചോദിച്ചിട്ടുണ്ട്. അതെയാ, അവരോട് പറയാത്ത അല്ല അവരെന്താ പിന്നെ ഈ ക്ലാസ്സിൽ കയറാഞ്ഞ്? ക്ലാസ്സിൽ കയറിയില്ല, നമ്മൾ ക്ലാസ്സിൽ കയറാതെ എങ്ങനെയാ പറ്റും? അല്ല, വിദ്യയോട് ഞാൻ പറഞ്ഞായിരുന്നു അവരോട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഞാൻ. ഒന്ന് രഘു ഗണപതി ഉണ്ട്, ഫോമൻ ഉണ്ട്, പിന്നെ ആ ശ്രീധരീയത്തിലെ ജയശ്രീ ഓപ്പോൾ ഉണ്ട് സർ. ഫസ്റ്റ് ഇയറിലെ. അതെ, അവര് കഥകളിക്കാരിയാണല്ലോ. വേണ്ടല്ലോ, സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പൊ 2 പേരുണ്ട്. അതെ, സ്ത്രീ കഥാപാത്രം വേണ്ട നമുക്ക്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ നേരത്തെ തന്നെ ഈ ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഏതാണ്ട് ഉണ്ടായത്. ഏത് റോളാണെന്നും ഞാൻ വിദ്യയോട് പറഞ്ഞു, അവരോട് പറയുക, ഇപ്പോ നമ്മൾ ആദ്യമേ എല്ലാവരും നാടകം സാറിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്, നാടകം പഠിച്ച് അത് മനസ്സിലാക്കുക. അതിനുശേഷം ആർക്കൊക്കെ ഏതൊക്കെ റോള് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറയുക. അതിനനുസരിച്ചിട്ട് അവർക്ക് ഡയലോഗ് പഠിച്ച് അത് അവതരിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അല്ലാതെ മുൻകൂട്ടി ഇന്ന റോള് ചെയ്യൂ. കാരണം ഇതിപ്പം മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒന്നും സിനിമയല്ലല്ലോ. ആദ്യമേ നായകനെ നായിക ഞാൻ പറഞ്ഞു എല്ലാവരോട് കേറാൻ പറയാം. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിലൊന്നും അറിയില്ല കേട്ടോ ഈ നാടകം ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. അല്ല, ഫസ്റ്റ് ഇയറിൽ കുറെ പേരോട് ചോദിച്ചായിരുന്നു. അതെയോ? പക്ഷെ എന്നാ നമ്മളുടെ അല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇത്രയുമായി ഇന്നത്തെ ആളായി നമുക്ക് ഇനി അതേ ആളിനെ എടുക്കാനില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വേറെ നാടകം ചെയ്യാം. ഇത് തന്നെ ആവണമെന്നില്ല. ഇഷ്ടംപോലെ നാടകമുണ്ട്, മറ്റൊരു നാടകം നിങ്ങൾ ചെയ്യാം. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ ചെയ്തപ്പോഴാണ് ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് മാറി. ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ടല്ലോ, അതിൽ നാടകം ചെയ്യാമല്ലോ. ഭാസന്റെ ഉണ്ട്, കാളിദാസന്റെ ഉണ്ട്, അല്ലാതെ ഒറ്റ നാടകങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോ ക്ലാസ് ഓരോ നാടകം വേണേ ചെയ്തോട്ടെ. ഒരെണ്ണം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് സാറ് പറഞ്ഞ പോലെ നമുക്ക് മാർച്ച് അവസാനം ഇരുന്നിട്ട് തീരുമാനിക്കാം. അതിന് മുന്നേ
അന്ന് ഉച്ച കഴിഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സും കൂടെ ഇരിക്കുവാണെങ്കിലേ നമ്മൾ ഓരോരുത്തർ അഭിനയിച്ച് അതാ ഞാൻ കാണിച്ചു പറഞ്ഞേ, അവർക്ക് ടീച്ചേഴ്സും കൂടിയും എല്ലാരും ഇരിക്കുകയാണെങ്കിൽ. രത്നം ടീച്ചറൊക്കെ അങ്ങനെ കുറെ നാടകങ്ങളൊക്കെ അതെ. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പരിചയമുള്ള അതെ പറഞ്ഞു, അവർക്കൊക്കെ അവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാനും ഒക്കെ പറ്റും. മാർച്ച് 29 അല്ലേ സർ? 28. മാർച്ച് 29. ഇപ്പൊ ഞാൻ കേടും ഇന്നത്തിന്റെ ഞാൻ തീരുമാനിച്ചത്. അതുപോലെ മാർച്ച് 17 തീയതി പരീക്ഷ ഉണ്ടാവും. കഴിഞ്ഞ തവണ നമ്മുടെ ഏപ്രിലേക്ക് പോയി. ഏപ്രിലിൽ ഈ ശനി ഞായർ നമുക്ക് അടുത്ത് കിട്ടിയില്ല. മറ്റേ അങ്ങനെ നീണ്ടുപോയണ്ട നീണ്ടുപോയി. ഏപ്രിൽ 7-നായിരുന്നു മോന്റെ റിസപ്ഷൻ. ശരിയാ ശരിയാ. ഇപ്രാവശ്യം മാർച്ചിൽ തന്നെ രഘുസാറൊക്കെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് ഏറ്റുമാനൂർ. അപ്പൊ 17-ന് സർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ഞങ്ങൾ വരുമ്പോ കൊണ്ടുവരാൻ അല്ലേ? അതെ, ഒന്നീ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെ അന്ന് വരുമ്പോ കൊണ്ടുവന്നാൽ എങ്ങനെ വേണയാ. ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പിലിടും, നാളെ ഉണ്ട്, നാളെ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പരമേശ്വരൻ സാർ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, എന്തോ സാറിന്റെ റോളുണ്ട്, വേറെ ആരെങ്കിലും ഒന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞോ? ഇങ്ങനെ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, സാറ് തന്നെ ആ റോൾ ചെയ്യുന്നത്, അത് വേറെ തിരക്കാണ്, വേറെ ഇങ്ങനെ എൻഗേജ്മെന്റ് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് കാരണം അന്ന് അത്രയും ചെയ്തല്ലേ, ഇനിയിപ്പോ ആദ്യം ഞാൻ പറഞ്ഞില്ല ലാസ്റ്റിൽ ഇനി ചെറിയ കുറച്ചുകൂടെ ഉള്ളൂ. അപ്പൊ അത് വേറെ ആരും ഇനിയിപ്പോ ചെയ്യണ്ട. അത് തന്നെയല്ല, സാർ അതിനകത്തിൽ അത് ആ ഒരു റോളിന് നന്നായിട്ട് ഫിറ്റുമാണ് പറഞ്ഞു. എന്തായാലും സാറൊന്ന് ഇടയ്ക്ക് കാണുമ്പോ ഒന്ന് സംസാരിച്ച് സർ, ഇതില് എനിക്കൊരു സംശയം. എല്ലാരും പത്മാവതിയുടെ ഒപ്പം ഇങ്ങനെ പോവാണല്ലോ, അവസാനം എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ പോണൂന്നല്ലേ വെച്ചിരിക്കുന്നത് ഈ നാടകം അവസാനിക്കുമ്പോ? അപ്പൊ അതില് പത്മാവതിയും കൂടെ പോവോ രാജാവിന്റെ ഒപ്പം? വാസവദത്തെയും പത്മാവതിയും പോവും. പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ദേവിയ പത്മാവതിയ സഹ എന്ന് പറഞ്ഞല്ലോ. അതെ അതെ, അത് പറഞ്ഞു. എന്നാലും ഞാൻ വിചാരിച്ചു അത് ഒരുമിച്ച് പോണു എന്നുള്ളതേ. ഇവരെ രണ്ടുപേരെയും പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോ അത് പോരാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് അങ്ങനെയല്ലേ പറഞ്ഞു. അതെ, എന്നിട്ട് പ്രത്യേകം പത്മാവതിയുടെ കൂടെ അതും വലിയൊരു സംഭവം. അവര് ഓൾറെഡി രണ്ടുപേരും സുഹൃത്തുക്കളാണല്ലോ. അത് ഇങ്ങനെ സ്വന്തം ഭാവനയിൽ കഥ മെനഞ്ഞെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാന്ന് പറയുമ്പോ അതും അവസാനം ഒരു കമ്പാരിസൺ വെച്ച് വിന്ധ്യയും ഹിമവത് അവരെ കുണ്ടലവുമാക്കി, അതൊരു വലിയൊരു സംഭവം. സംശയങ്ങളൊന്നും പിരിയാം. നാടകം പഠിച്ചിരുന്ന കഥാസ്ഥിതികൾ പിരിയാം. നന്നായിട്ട് പഠിച്ചു, അവതരിപ്പിക്കാൻ തക്കവണ്ണം പഠിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി. സത്യത്തിൽ ഇപ്പൊ മറ്റു നാടകങ്ങളും കൂടെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്. 13 നാടകം മൊത്തം ഉണ്ട്. ശരി, ബാക്കി നാടകം നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം കയറുവല്ലേ. ശരി സർ, നമസ്കാരം. ശുഭരാത്രി. നമസ്കാരം സാർ. നമസ്കാരം സാർ.